നമസ്കാരം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുംബൈയിലെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഈ കൂടിക്കാഴ്ച കേവലം ഒരു നയതന്ത്ര സന്ദർശനമല്ല, മറിച്ച് പ്രതിരോധം, സാങ്കേതികവിദ്യ, കൃത്രിമ ബുദ്ധി എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ ഭാവി മാറ്റിയെഴുതാൻ പോകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുടെ വേദി കൂടിയാണ്. ഈ സന്ദർശനത്തിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് മുംബൈയിലെ ലോക് ഭവനിൽ വെച്ചാണ് ഇരു നേതാക്കളും തമ്മിലുള്ള നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. പ്രതിരോധ മേഖലയിലെ ശതകത്തിലെ ഏറ്റവും വലിയ കരാർ, അതായത് കോൺട്രാക്ട് ഓഫ് ദ സെഞ്ചുറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാഫേൽ യുദ്ധവിമാന ഇടപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏകദേശം 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ ഈ സന്ദർശനം വേഗത പകരും. ഏകദേശം 1.25 ലക്ഷം കോടി രൂപ മുതൽ 3.25 ലക്ഷം കോടി രൂപ വരെയാണ് ഈ മെഗാ ഡീലിന്റെ മൂല്യം കണക്കാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ വിമാനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുമെന്നതാണ്. പ്രതിരോധത്തിന് പുറമെ സാങ്കേതിക വിദ്യയിലും വലിയ കുതിച്ചുചാട്ടമാണ് ലക്ഷ്യമിടുന്നത്. ഇരു നേതാക്കളും ചേർന്ന ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നവേഷൻ 2026 ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ, ബിസിനസ് ഗ്രൂപ്പുകൾ എന്നിവർക്ക് പരസ്പരം സഹകരിക്കാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഇത് മാറും. കൂടാതെ ഡൽഹിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കുന്ന മാക്രോൺ ഇന്ത്യയുമായി ചേർന്ന AI ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യും. ഹെലികോപ്റ്റർ നിർമ്മാണം, ഹാമർ മിസൈലുകൾ, സിവിൽ ന്യൂക്ലിയർ, ഊർജം, സ്പേസ് സെക്ടർ എന്നിവയിലും പുതിയ ധാരണാപത്രങ്ങൾ ഒപ്പിടും. ടാറ്റ ഗ്രൂപ്പും എയർബസും ചേർന്ന് കർണാടകയിലെ വെമഗലിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക പ്രതിരോധ ബന്ധത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണ് നിലവിലെ കണക്കുകൾ. ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം 114 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള റാഫേൽ ഡീൽ തന്നെയാണ്. ഇതിന്റെ ഏകദേശ മൂല്യം 1.25 ലക്ഷം കോടി രൂപ മുതൽ 3.25 ലക്ഷം കോടി രൂപ വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കായി 26 നേവൽ റാഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ്. പ്രതിരോധത്തിന് പുറമെ വ്യാപാര മേഖലയിലും ഇരു രാജ്യങ്ങളും ശക്തമായ പങ്കാളിത്തം പുലർത്തുന്നു. നിലവിൽ ഏകദേശം 15 ബില്യൺ യൂറോയുടെ, അതായത് ഏകദേശം $18 ബില്യൺ വാർഷിക ഉഭയകക്ഷി വ്യാപാരമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ വിവിധ പദ്ധതികളിലായി ഫ്രാൻസ് ഏകദേശം 13 ബില്യൺ യൂറോയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇതിനോടകം നടത്തി കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. പ്രതിരോധ മേഖലയിൽ വെറും ഒരു കച്ചവടത്തിനപ്പുറം സാങ്കേതികവിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സബ്മറൈൻ പ്രൊജക്ട് 75I. മുംബൈയിലെ മെസഗോൺ ഡോക്കിൽ ഫ്രഞ്ച് സഹകരണത്തോടെ 3 സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ ഈ സന്ദർശനത്തിൽ നിർണായകമാണ്. ഇതിന് ഏകദേശം 30,000 കോടി രൂപയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ യുദ്ധവിമാനങ്ങൾക്കുള്ള കരുത്തുറ്റ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനായി ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭത്തിന് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇത് വിജയിച്ചാൽ വരും ദശകത്തിൽ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടും. സാമ്പത്തികമായി നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 600-ലധികം ഫ്രഞ്ച് കമ്പനികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ഏകദേശം 4 ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്നുമുണ്ട്. വ്യോമയാന മേഖലയിൽ മാത്രം ടാറ്റ എയർബസ് കരാറിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത്. ഊർജ്ജ മേഖലയിൽ മഹാരാഷ്ട്രയിലെ ജയ്ദാപൂരിൽ സ്ഥാപിക്കാൻ പോകുന്ന 9,900 മെഗാവാട്ട് ശേഷിയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയങ്ങളിൽ ഒന്നായി മാറും. ഇത് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് വലിയ കരുത്തേകും. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വളർച്ചയിൽ ഫ്രാൻസ് എത്രത്തോളം നിർണായകമാണ് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. റഷ്യയെ മാത്രം ആശ്രയിക്കാതെ ആധുനിക സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് മാക്രോണിന്റെ ഈ സന്ദർശനം വലിയ കരുത്താകും. ചുരുക്കത്തിൽ പ്രതിരോധം മുതൽ ഡിജിറ്റൽ ഗവേണൻസ് വരെ നീളുന്ന ഒരു ഹൊറൈസൺ 2047 റോഡ് മാപ്പിലേക്കാണ് ഇന്ത്യയും ഫ്രാൻസും ഇപ്പോൾ ചുവടുവെക്കുന്നത്.